this little life. This little life. I think I like this little life. This silly little life. So we are in Armenia. യെസ്, ഈദ് ബ്രേക്ക് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് അർമേനിയയിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ക്യാൻ സീ ഇറ്റ്. 1 second. It's actually very pretty. ഇപ്പം എൻ്റെ ബാൽക്കണി വളരെ റോങ് സൈഡിലായതുകൊണ്ടാണ്. ബട്ട് ഐ ബി ഗെറ്റിംഗ് ഔട്ട് ടു ഗോ ടു ദ കേബിൾ കാർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഐ ഷോ യു a lot more, and I'll be staying here for another 3 days. So a lot more to come. So ഇപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പോയൊന്ന് ഫ്രഷ് ആയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട്, കാരണം ഇന്നലെ കയറിയതാണ്. ഫ്ലൈറ്റ് യാത്ര, ബസ് യാത്ര എല്ലാം കഴിഞ്ഞ് നല്ല ഒരു കോലമായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് I'll show you more of Armenia. Taxador അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ. I'm not able to spell it out, but pronounce it rather. But yeah, I'll show more of Armenia. Oh my god, it's so cold. I'm freezing. On top of that, I'm getting that same allergy that I used to get. എന്താ കഴിച്ചെന്നറിയില്ല, വീണ്ടും സെയിം അലർജി തുടങ്ങിയിട്ടുണ്ട്. മുഖമൊക്കെ വീർത്തിട്ടുണ്ട്. I don't know if you guys can see it, but yeah, I'm gonna get home and have some medicine so that it doesn't flare up. കണ്ണാടി വെച്ച് ഒന്നും കാണുന്നില്ല. തണുപ്പ്. അയ്യ. Day 2. There's so many people out here to get into the cable car. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല വെതറുമാണ്. ലൈക്ക് സൂപ്പർ കോൾഡ്. I wish I could take some of the snow from here and go to Dubai and preserve it there. എന്തായാലും ക്ലൗഡ് സീഡിംഗ് ഒക്കെ ചെയ്യുന്നില്ല, കുറച്ച് സ്നോ സീഡിങ്ങും കൂടി ചെയ്യാമായിരുന്നു. You know. But it's very nice. It's a nice cold. It is cold, but not like a bad cold. പനി പിടിച്ചാൽ അറിയാൻ പറ്റും ബാഡ് കോൾഡ് ആണോ ഗുഡ് കോൾഡ് ആണോ എന്ന്. But yeah, it's very pretty.
So it is day 4 now. മൂന്ന് ദിവസം എങ്ങനെ പോയെന്ന് അറിയില്ല, but yeah, it's day 4. And today we are going to a place called Yarmouk, and it's a full guided tour for today. So it's a long trip also. It's out of the city. ഇപ്പം നമ്മൾ യെരവാനിലാണ് ഉള്ളത്, and this is the city. So ഇവിടെ നിന്ന് നമ്മൾ വേറൊരു പ്രൊവിൻസിലോട്ട് പോകാൻ പോവാം. So yeah, I'm excited, and so far it's been good. I think I didn't give a lot of update, which I will now. First day, നമ്മൾ തക്സോർ. The worst part is this language is very difficult. നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ എനിക്ക് ഇവർ പറഞ്ഞ ഒരു സാധനങ്ങളും ഓർമ്മ വെച്ചില്ല. എല്ലാം ആംഗ്യ ഭാഷയിലായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടെ. And it's difficult because not a lot of them know English also. Like, we would expect people to know basic English, like basic yes, no. I mean, yes, no, okay. But എന്തെങ്കിലും കുറച്ച് ഒരു സെൻറ്റൻസ് ആക്കാനെങ്കിലും. ബട്ട് ഇവിടെ absolutely nothing. Like they do not know English at all. Like at all. It's quite interesting that way. Yeah, weather ഇപ്പോൾ നല്ല വെതറാണ് ഇവിടെ. സിറ്റിയിൽ നല്ല വെതറാണ്. ഇറ്റ്സ് എ മോഡറേറ്റ് വെതർ. തണുപ്പുണ്ട് വെയിലും ഉണ്ട് എന്നുള്ള രീതിക്ക്. ബട്ട് ഇഫ് യു ഗോ ടു അതർ പ്രോവിൻസസ് വിച്ച് ഇസ് ഔട്ട്സൈഡ് ദ സിറ്റി, ഇറ്റ്സ് വെരി കോൾഡ്. പക്ഷെ ഞാൻ അതിനാണ് വന്നത്. ദുബായിൽ സമ്മർ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് തണുപ്പൊന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. സോ ദാറ്റ്സ് ഐ ആം ഹാപ്പി വിത്ത് ദ കോൾഡ്. Yeah, so that's pretty much it. I'll take more videos when I go for the tour, and I'll get back to you. അങ്ങനെ ഡേ 5 ആയി, ദ ലാസ്റ്റ് ഡേ. ഞാൻ രാവിലെ തന്നെ എണ്ണീറ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി. ബിക്കോസ് നൗ ഇറ്റ്സ് വെരി ക്വയറ്റ് ബിക്കോസ് ഇറ്റ്സ് സൺഡേ. സൺഡേയും രാവിലെ ആയതുകൊണ്ട് ഒരു ബഹളവും ഇല്ല, നല്ല സമാധാനമുണ്ട്. അല്ലെങ്കിൽ ദുബായിയുടെ കാര്യം പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി ക്രൗഡഡ് ആൻഡ് ഇറ്റ്സ് വെരി busy, lot of people. But today thankfully at this time there isn't much, so it's very good to have a walk, peaceful walk.
So we'll be wrapping up everything. I'll just buy last couple of stuff and then we'll check out from the hotel and then we'll go to another place called Garni Temple. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. This big piece is 3,000, like $8. Hey guys, so we are back in Dubai after the whole Karakam in Armenia. It was a really nice trip. ഒരു സ്പിരിച്വൽ ജേർണി പോലെ തോന്നി, ഒരു തീർത്ഥയാത്ര പോയ പോലെ തോന്നി, because there was so many പള്ളീസ് that as you can see in the video, so many പള്ളികൾ ഞാൻ കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് okay, it was very nice that way, and it was a very nice weather. Oh, I miss it. But thankfully I reached Dubai just before the storm hit. I'm sure most of you know about that whole rain flood saga that happened in Dubai. അതിന് മുന്നെയാണ് ഞാൻ എത്തിയത്. Although when I reached I was so exhausted because നമ്മൾ ഒത്തിരി, as you can see in the videos, there's so many places we visited and I was like മടുത്തു. I went with tour group, but I was by myself. പക്ഷേ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ആരോടും മിണ്ടിയില്ല because I wanted a peaceful trip, so I don't know. Anyways, തിരിച്ചിവിടെ എത്തി ഞാനൊരു I think 1 AM ആയപ്പോഴാണ് അബുദാബി എത്തിയത്. അബുദാബിന്നായിരുന്നു ഫ്ലൈറ്റ്. So I reached at 1 AM in Abu Dhabi. Then from Abu Dhabi to Dubai, my home, I reached about 4 AM, and at 7 AM I had to get up and go to work, and I was working like a zombie. It was crazy, but I managed, and the next day was very adventurous because Dubai-le mara thodangi, and oh god, a crazy weather ആയിരുന്നു ഇവിടെ. I haven't taken any vlog about that because ആവശ്യത്തിലേറെ ന്യൂസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. So I didn't bother taking any vlog about it, and it was pretty scary to actually vlog also, because getting from point A to point B was within the city itself was such a hassle because of flood and വെള്ളം, റോഡ് പൊളിയുന്നു, കാറെല്ലാം വെള്ളത്തിൽ മുങ്ങുന്നു, വൻ സംഭവമായിരുന്നു. Anyway, now everything is fine, so yeah, looking forward to more stuff, and yeah, thank you. I hope you guys watched all of the stuff and enjoyed it. Maybe visit Armenia once. It's very nice actually. Okay, cool. So I'll see you guys next week. Bye.